എലക്ഷൻ പ്രചരണം സ്കൂൾ കുട്ടികളിലൂടെ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിനെ കരിവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു PR വർക്കിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ട യഥാർത്ഥ വസ്തുത. ഇനി എന്താണ് കാര്യം എന്നുള്ളതിലേക്ക് വരാം. അതായത് 30ഓളം ചോദ്യങ്ങൾ, അത് ഘട്ടം ഘട്ടമായി ഫൈനൽ വരെ എത്തി നിൽക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ്. അപ്പോൾ ഇത്തരത്തിൽ വിജ്ഞാന, അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ്. അപ്പോൾ തുടക്കം ഈ പറഞ്ഞ രൂപത്തിൽ കുറേയധികം ചോദ്യങ്ങൾ, ഇപ്പോൾ 30ഓളം ചോദ്യങ്ങൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു. ചോദിച്ച ചോദ്യങ്ങളിൽ 25ഓളം ചോദ്യങ്ങൾ സർക്കാരിനെ പ്രകീർത്തിക്കുന്നതോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഉത്തരമായി വരുന്നതോ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. 5 ചോദ്യങ്ങൾ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തുന്നു എന്ന തരത്തിൽ ചോദ്യങ്ങൾ, ഒരു ചോദ്യമോ മറ്റോ ആ തരത്തിൽ വരുന്നു. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതേപോലെ ഈ 5 ചോദ്യങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറയാം. ബാക്കിയുള്ളതെല്ലാം സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്നു ഇതെല്ലാം ഭരണ നേട്ടങ്ങളാണ് എന്ന് പറയുന്ന തരത്തിൽ ആളുകളെ കൊണ്ട് അത്തരത്തിൽ ഉള്ള ഒരു ചർച്ച നടത്താൻ വേണ്ടിയുള്ള വൃഥാശ്രമമാണ്. സർക്കാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കെതിരെയുള്ള തീരുമാനം ജനം എന്നേ എടുത്തു കഴിഞ്ഞതാണ്. അതിന് സ്വർണ്ണക്കൊള്ളയും മറ്റുമൊക്കെ കാരണമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇതൊരു PR വർക്കായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ കാണുന്നത് കേട്ടോ. സർക്കാരിൻ്റെ നേട്ടങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടാനും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുമുള്ള ഒരു പ്രചരണ പരിപാടിയായിട്ടാണ് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത്. അത് യഥാർത്ഥ പ്രതിസന്ധി തന്നെയാണ്. ഇവരുടെ ഈ ഭരണപക്ഷക്കാരുടെ യഥാർത്ഥ പ്രതിസന്ധിയെ തന്നെ തുറന്നു കാട്ടുന്നതാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ വൻ തുക സമ്മാനമായി നൽകുന്ന ഇത്തരം മത്സരങ്ങൾ നടത്തുന്നത് ധൂർത്താണെന്നും വിമർശകർ പറയുന്നുണ്ട്. അതേപോലെ രാഷ്ട്രീയവൽക്കരണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് മറ്റൊരു പരാതി. അതായത് സ്കൂളിലും കോളേജുകളിലും ഇത്തരത്തിലുള്ള ക്വിസ് മത്സരങ്ങൾ നിർബന്ധിതമായി നടത്തുകയും കൃത്യമായി വീടുകളെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. പണ്ടത്തെ കഥ മറക്കണ്ട. 500 രൂപയുടെ കിറ്റ് തന്നിട്ട് 50,000-ഉം ലക്ഷങ്ങളും ഇതേപോലെ നികുതിക്കൊള്ള നടത്തി പിരിച്ചെടുത്ത സർക്കാരാണെന്നുള്ള ആ ഒരു ബോധം ജനങ്ങൾക്ക് കൃത്യമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇലക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ക്വിസ് പരിപാടി കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്ന നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് സർക്കാർ പറയുന്ന പരിപാടിയിൽ നോക്കാം. എന്താണ്? അങ്ങനെ ഒന്നും തന്നെ ഇതുകൊണ്ട് ലക്ഷ്യമാക്കാനില്ല എന്നുള്ളതാണ്. കാരണം 25 ചോദ്യങ്ങൾക്കും നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ അത്രയും ചോദ്യങ്ങൾക്ക്, 25 ചോദ്യങ്ങൾക്കും ഉത്തരം സർക്കാരിൻ്റെ അവർ പറയുന്ന ഭരണ നേട്ടങ്ങൾ എന്നുള്ള തരത്തിലാണ്. അപ്പം വെറും 5 ചോദ്യങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ അതല്ലാത്ത രൂപത്തിലുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. മനസ്സിലാക്കുക, നിങ്ങൾ ഇനിയിപ്പോൾ സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയാലും ഈ സർക്കാരിന് ഇനി അടുത്ത മെയ് മാസത്തിനപ്പുറത്തേക്ക് ആയുസ്സില്ല എന്നുള്ളതല്ലേ സത്യം.